നമസ്കാരം. നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, മനോഹരിയാണ് കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. ഈ മനോഹരതയ്ക്ക് മാറ്റുകൂട്ടുവാൻ വളരെ അധികം പ്രൗഢഗംഭീരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കാടുകൾ നിറയുന്ന ഹരിതഗംഭീരമായ ഒരു സ്ഥലമാണ് ഗവി. ഗവിയെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരുപക്ഷെ ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമയിലൂടെ ആയിരിക്കാം. അതിലാണ് ഗവി എന്ന് പറഞ്ഞ ആ സൗന്ദര്യം ഒപ്പിച്ചേർത്തത്. നിങ്ങൾക്ക് മുന്നിൽ ഗവി ഒരു സുന്ദരിയായി അവതരിച്ചത്. ഞങ്ങൾ ഗവിയിലെത്തിയിരിക്കുകയാണ്. ഗവിയിലേക്ക് ഞങ്ങളെത്തുമ്പോൾ ഞങ്ങളോടൊപ്പം കൂടെയുള്ളത് ദൃശ്യയുടെ എന്നും ദൃശ്യയെ സ്നേഹിക്കുന്ന, ദൃശ്യയോടൊപ്പം സന്തത സഹചാരികളായ കുറച്ച് കൂട്ടുകാരുമൊത്തതാണ്. അപ്പോൾ നമുക്കിന്ന് ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പം വളരെ കൂടുതലായിട്ടും ഞാൻ പറയേണ്ട കാര്യമില്ല. ഗവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ എന്താ പറയുന്നത്, വളരെ മനോഹരമായ സ്ഥലമാണെന്നുള്ള കാരണം നിങ്ങളുടെ കാഴ്ചയിലൂടെ നിങ്ങൾ അറിഞ്ഞ കാഴ്ചയുണ്ട്. പക്ഷേ അതിലേറെ മനോഹരമാണ് ഗവി എന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗവിയുടെ അകത്തളങ്ങളിലേക്ക്. ഗവിയുടെ എന്താ പറയുക മനോഹാരിതകൾ നിങ്ങൾക്കൊപ്പിത്തരാൻ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാണാം. ഇതുവരെ പിന്തുടർന്ന വഴികൾ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. നമ്മൾ ഇങ്ങനെ വന്നു, കാടൊക്കെ ഉണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ, അത്ര മനോഹരമാണ്. നമ്മൾ ഈ വടശ്ശേരിക്കര അതല്ലെങ്കിൽ ശബരിമല പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. അവിടുന്ന് ആങ്ങാമൊഴിയിൽ നിന്നും വലത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ ഏകദേശം 5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് KSEBിയുടെ ഈ നിബിഡമായ വനത്തിന് നടുക്ക് KSEB ഒരുക്കിയിരിക്കുന്ന ഒരു നല്ല ഒട്ടേറെ ഗസ്റ്റ് ഹൗസുകളുണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ ഒന്നിലാണ് ഞങ്ങൾക്ക് താമസിക്കാൻ അവസരമുണ്ടായത്. മൂഴിയാർ പവർ ഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത സ്റ്റാഫുകളാണ് ഇവിടെ താമസിക്കുന്നത്, എന്നും വന്നു പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട് നമുക്ക് ഗവിയിലേക്ക്. അപ്പോൾ ആ ഗവിയിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ താമസിച്ച സ്ഥലവും ഈ KSEB ബംഗ്ലാവും പരിസരവും നമുക്കൊന്ന് കണ്ടുവെക്കാം. നമ്മൾ പറഞ്ഞല്ലോ KSEBിയുടെ ബംഗ്ലാവിൽ നമ്മൾ ഗവിയിലേക്കുള്ള യാത്രക്കിടയിൽ പൂർണ്ണമായിട്ടും ഒരു നിബിഡ വനം തന്നെയാണ്. നിബിഡ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ കാടുകളുണ്ടെങ്കിലും നാച്ചുറലായിട്ടുണ്ടാകുന്ന ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മരം പോലും വച്ചു പിടിപ്പിക്കാതെ വള്ളിപ്പടർപ്പ് പോലും അതിലൂടെ കാട്ടുചെടികളും എല്ലാം വളരുന്ന ഒരു കാടാണ് ഗവിയിലേക്കുള്ള. വളരെ ചെറിയ പാതയിലൂടെയാണ്, ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വഴികളാണ്. അത്രയധികം ചെറിയ വഴി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രകൃതിയായിട്ട് തന്നെ നിലനിർത്താൻ പറ്റുന്ന രീതിയിൽ ഈ കാടിനെ പരിപാലിക്കുന്നു. പരിപാലനമല്ല,
അതിലേറെ ഇതിനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ ഭംഗിയായിട്ട് വിളയുന്ന ഈ ഗവിയിലൂടെയുള്ള കാഴ്ച, ഗവിയിലേക്കുള്ള വഴിയിലേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അനുഭവിച്ചാൽ മാത്രം, ഞങ്ങളുടെ പറച്ചിലുകളിലൊന്നും ഇതിന് ഭംഗി ഉണ്ടാവില്ല, പക്ഷേ അനുഭവിച്ചറിഞ്ഞാൽ അത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. മരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, ഇടനീല പോലത്തെ ഒരു മരം പിടിച്ച് ഇങ്ങനെ വെറുതെ മണത്ത് നോക്കുമ്പോൾ ഇടനീലയുടെ ഇതില്ല. അപ്പോൾ ഏത് മരമാണെന്ന് അത്ര വന്യ വൈവിധ്യം കൊണ്ട് നിറഞ്ഞതാണ് ഗവിയിലെ കാടുകൾ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗവിയിലേക്കുള്ള യാത്രയുടെ ഒരു പ്രത്യേകത. നമ്മൾ ഈ കക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി മൂഴിയാർ പവർ ഹൗസിലേക്ക് എത്തുന്നത് ഈ വലിയ ഒരു 3 പൈപ്പുകൾ ഇവിടെ കുറേ നമുക്ക് കാണാം. ഈ പൈപ്പുകൾക്കുള്ളിലൂടെയാണ് വെള്ളം ഡാമിൽ, കക്കി ഡാമിലെ വെള്ളം കെട്ടി നിർത്തി മൂഴിയാർ പവർ ഹൗസിലേക്ക് പവർ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്ന വെള്ളം എത്തുന്നത്. ആ ജലസ്രോതസ്സുകളാണ്. പിന്നെ അതിലേറെ പറയുകയാണെങ്കിൽ 70 കിലോമീറ്ററോളം യാത്രയാണ് നമ്മൾ അങ്ങാമൂഴിയിൽ നിന്നും ഗവിയിലേക്ക്. അതിനിടയിൽ 5 കിലോമീറ്റർ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഭംഗിയാണ്. പ്രകൃതി രമണീയമായ സ്ഥലത്തിന് നടുക്ക് ഈ വലിയ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം, നമുക്ക് ഈ കാഴ്ച മാത്രമേ കാണാൻ പറ്റുള്ളൂ. വെള്ളം എപ്പോഴും ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പാണിത്. യാത്രകൾ, അല്ലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്ന എല്ലാ യാത്രക്കാരും തന്നെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ വന്നിരിക്കുന്ന ഒട്ടേറെ ചെറിയ പ്രായഭേദമന്യേ ഒട്ടേറെ ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ നമ്മൾ പ്ലാന്റ് അല്ലാതെ നാച്ചുറലായിട്ടുള്ള ഫോറസ്റ്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അത്യപൂർവ്വം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മഴ കുറയുന്നു, നമ്മുടെ നാട്ടിൽ വരൾച്ച കൊണ്ട് ഒട്ടേറെ പ്രകൃതിജന്യമായ വിഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാത്തത് കൊണ്ടുള്ള ഒരു കുഴപ്പം മാത്രമാണ്. അപ്പോൾ ഈ കാഴ്ചകൾ എപ്പോഴും വന്യമാകുന്നത്, മനോഹരമാകുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന കാഴ്ചകളെ നമുക്ക് നേരെ മുന്നിൽ കാണുമ്പോഴാണ്. ആ കാഴ്ചകളിലേക്കാണ് ആളുകൾ ഓടിയെത്തുന്നത്. ഞാനൊരു 5 കൊല്ലം മുമ്പ് ഗവി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അല്ലല്ല അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ അത് ഏകദേശം ഒരു 5-6 കൊല്ലം മുമ്പായി വന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും കൂട്ടുകാരോടും എല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്. കാരണം ഗവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡിനറി സിനിമ കണ്ടതിൽ ഉപരി കുറച്ച് പേരൊക്കെ ഇതൊക്കെ സിനിമ കാണാതെ തന്നെ ഒന്നിച്ച് പ്രായം ചെന്നവർ, അത് നമ്മുടെ മോഹൻ ചേട്ടനെ കൂട്ട് ഉള്ള ആൾക്കാർ, ആ സിനിമ പ്രിയങ്കര അല്ല അത്ര ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ ഗവിയുടെ പ്രത്യേകത അല്ലെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു തനതായ ഒരു രീതി, പ്രകൃതി രമണീയമായുള്ള രീതികൾ കാണാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെ മോഹൻ ചേട്ടനും അങ്ങനെയുള്ള പ്രായം ചെന്ന ആൾക്കാർ നടന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരെ ഒന്ന് കാണിക്കാനും ഒന്ന് ഈ നമ്മുടെ പ്രകൃതി രമണീയമായ ഒരു ശുദ്ധവായു എല്ലാരെയും ഒന്ന് കൊള്ളിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഗവിയുടെ മനോഹാരിത എന്ന് പറയുന്നത് മറ്റു കാടുകളെ അപേക്ഷിച്ച് ഈ പ്രകൃതിജന്യമായ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറഞ്ഞ ഈ പണിതിട്ടും പണി തീരാത്ത പ്രപഞ്ച മന്ദിരത്തിന്റെ
അസുലഭ സൗന്ദര്യമാണ് അല്ലെ. ഈ സൗന്ദര്യം നാച്ചുറൽ ഫോറസ്റ്റ് ആയതുകൊണ്ടാണ്, അതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നത്. അത് മാത്രമല്ല, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മൂന്നാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റിന് വളരെയധികം ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നുള്ള ബാക്കിയുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങൾ ഉപയോഗിച്ച് അത് വളരെയധികം മോശപ്പെട്ടു വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഒരു പ്രധാന കാഴ്ചയാണ്, ഓരോരുത്തരും ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഇദ്ദേഹം സാധാരണ ഒരു യാത്രക്കാരന്, മറ്റൊരു സാമൂഹ്യ പ്രവർത്തകർ, മറ്റൊരു സാധാരണ യാത്രക്കാരന് പോലും പറയാനുള്ള സമയമാണ് നമ്മുടെ ശുചിത്വ ഭാരതം എന്നൊരു മിഷൻ. അത് ഏത് ഗവൺമെന്റോട്ടെ, ഏത് രാഷ്ട്രീയ ബോധവും ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് നമ്മുടെ ശുചിത്വ ബോധം വളർത്തുക എന്നുള്ളത് നല്ലതാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളുടെ വേസ്റ്റ് ഇടാൻ വേണ്ടി എങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും സാധനം, ഒരു ചാക്കെടുത്ത് നമ്മുടെ വണ്ടിയുടെ പുറകിലിട്ടാൽ മതി. നമ്മുടെ വേസ്റ്റുകൾ നമ്മുടെ പ്രകൃതിയിലേക്ക് കൊടുക്കുക, അതല്ലേ. അതാണ് അപ്പൊ ഗവിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് പ്ലാസ്റ്റിക് തന്നെയാണ് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ 2-3 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഈ ഇങ്ങോട്ട് കൂടുതൽ മാലിന്യങ്ങൾ, അത് പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഭയപ്പെടുത്തും. അതൊരു പോലീസിന്റെ ഇവിടുത്തെ ഒരു അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള ഒരു ആൾക്കാരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള ചെക്ക് പോസ്റ്റിലുള്ളവരുടെയും ഒരു നിയന്ത്രണ രേഖയുണ്ട്. ആ രേഖ വിട്ട് ഇവർ പുറത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവി കൂടുതൽ മനോഹരമായിരിക്കുന്നു. ഇപ്പോഴും മലിനമാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. വളരെയധികം എല്ലാ കാര്യത്തിലും പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ. ഈ വനസമൃദ്ധിയുടെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്രകൃതി തന്നെ വിഭവങ്ങൾ ഒരുക്കി അത് വിതച്ച് കൊയ്ത് നമുക്കുണ്ടാകുമ്പോഴാണ് വനസമൃദ്ധിയാവുന്നത്. കാരണം പ്രകൃതി തന്നെ വിതച്ച വിത്തുകളാണ് ഇവിടെ എല്ലാം മരങ്ങളായിട്ട് പടർന്നിരിക്കുന്നത്. അതുപോലെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടി നടക്കുക. ഞാൻ ഈ നിൽക്കുന്നത് തൊട്ട് മുമ്പിൽ തന്നെയാണ് ആനപ്പിണ്ടമൊക്കെ കണ്ടോ. നമുക്ക് കണ്ടറിയാം, ഒരു 2 ദിവസമെങ്കിലും പഴക്കമുള്ള ഒരു ആനപ്പിണ്ടമാണ്. ഇന്നലെ മഴ പെയ്തിട്ടുണ്ട്, അപ്പോൾ ആനപ്പിണ്ടമൊക്കെ. അപ്പോൾ ഇതിലെ ആന വന്നു പോകുന്ന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാത്രമല്ല, തൊട്ട് പുറയിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈറ്റക്കാടുകളുണ്ട്. ഈറ്റക്കാടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനകളെ സംബന്ധിച്ചുള്ള ഏറ്റവും വളരെ ഇഷ്ടമുള്ള വിഭവമാണ് അവർക്ക് ഈറ്റക്കാടുകൾ. അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാം കരിമ്പ്, ഈറ്റ അങ്ങനെ തുടങ്ങുന്ന ഈ പുൽവർഗത്തിൽപ്പെടുന്ന വലിയ ചെടികളാണ്. അതെല്ലാം വളരെ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു കാടാണ്. മാത്രമല്ല, ഒരു മരം പോലെ മറ്റൊരു മരമില്ല. അതാണ് ഈ ഇവിടുത്തെ കാര്യം. എല്ലാ മരങ്ങളും വൈവിധ്യങ്ങളായ മരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ മരങ്ങൾ മാത്രമല്ല, ഈ കൊഴിഞ്ഞു വീഴുന്ന ഇലകളാണ് ഇവിടെ വളമായി മാറുന്നത്. പ്രകൃതിജന്യമായ എല്ലാവിധ സമ്പുഷ്ടമായ സ്ഥലമാണ് ഈ ഗവി സ്ഥിതി ചെയ്യുന്ന കാടുകൾ. ഒരു പരിധിവരെ നമ്മൾ ഈ പ്രകൃതിയൊക്കെ വർണ്ണിച്ചാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതിയെ ആസ്വദിക്കാൻ വേണ്ടി എത്തുന്ന ആളുകൾ മനുഷ്യരാണെങ്കിലും മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് പ്രകൃതിക്ക് എന്നും വിപത്തായിട്ട് മാറുന്നത്. നമുക്കറിയാം. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ തന്നെ എത്രയധികം പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റു പ്ലാസ്റ്റിക് കവറുകൾ, അങ്ങനെ എല്ലാം കൂടി ഈ നമ്മുടെ നാടിനെ ഇങ്ങനെ മലീനസമാക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ വേണമെങ്കിൽ അവരുടെ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ഒരു വലിയ പ്ലാസ്റ്റിക് കവർ തന്നെ നിങ്ങൾ എടുത്തോളൂ, എന്നിട്ട് അത് നമ്മളുടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന എല്ലാ സംഭവം അതിലേക്ക് തന്നെ വേസ്റ്റ് സൂക്ഷിച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു കുഴിയിലേക്ക് കൊണ്ട് അതിനെ നിമജ്ജനം ചെയ്യും. അതല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ഇത്ര മനോഹരമായ ഗവിയിലെ കാടുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. മനുഷ്യരായിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ കാര്യങ്ങൾ, മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികൾ, മുഴുവൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂടുകൾ, ഈ നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന ഓരോ ലേസ്, അങ്ങനെ കൊടുക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ കാടിലേക്ക് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. കാരണം കേരളത്തിൻ്റെ മാത്രം സ്വത്താണ്.
കയറ്റം കയറി വന്നപ്പോൾ കണ്ടില്ലേ ഈ പാറക്കെട്ടുകളിങ്ങനെ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിങ്ങനെ പൊട്ടിച്ചെടുത്ത പാറയാണെന്നുള്ളത്. ഈ പാറകളാണ് ഡാം പണിയാൻ വേണ്ടിയിട്ടും ഇവിടെയുള്ള ഏത് നിർമ്മാണ പ്രവർത്തനം ഉപയോഗിച്ചിട്ട് ഈ പാറകൾ മാത്രമാണ് അത് ഉപയോഗിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഈ ജലസ്രോതസ്സിനെ ഊർജ്ജമായി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് നമുക്ക് വളരെ അധികം ഭംഗിയായിട്ട് തോന്നും. മാത്രമല്ല ഈ പ്രദേശം കാണുമ്പോൾ തന്നെ ആ പ്രദേശത്തിന് ചുറ്റുമുള്ള ഒരേ ഒരു പാറക്കെട്ടാണിത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു അല്ലേ, കക്കി ഡാമിൽ നിന്നും വെള്ളം ഒഴുകി മൂഴിയാർ പവർ ഹൗസിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ പൈപ്പിന്റെ അതിന്റെ വളരെ ഒരു അന്ന് മുമ്പേ നമ്മൾ കണ്ടൊരു വിദൂര കാഴ്ചയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ആ കാഴ്ച കാണാം. അങ്ങ് മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ പൈപ്പിന്റെ ദൃശ്യങ്ങൾ കാണാം. അത് മാത്രമല്ല നമ്മുടെ ഈ കാട്ടുവഴിയിലുണ്ടാക്കിയ ഒരു പാലത്തിന് മുകളിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കൂ, വളരെ മനോഹരമായ ഒരു കാടിന്റെ ദൃശ്യം ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. എല്ലാവരും ആസ്വദിച്ച് തന്നെ കൂടെ വന്ന് എല്ലാവരും തന്നെ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. പലരും നിർദ്ദേശം നൽകുന്നുണ്ട്, ആ പാലത്തിന് മുകളിൽ കയറി ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് പറഞ്ഞില്ല, ഈ കാട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാട്ടിലേക്ക് എത്തുമ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലം എന്നുള്ളതിലുപരി നമുക്ക് വളരെ വനവൈവിധ്യം കൊണ്ട് സമൃദ്ധമാണ് ഗവിയിലേക്കുള്ള വഴിയിലുള്ള കാടുകൾ. വളരെ മനോഹരമാണ് നമ്മുടെ ഈ ഗവിയിലേക്കുള്ള യാത്രയെല്ലാം കാണുന്ന സാധനം. ഓരോ കാഴ്ചകളും പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൊച്ചുമ്പയുടെ മുന്നിലാണ് ശബരിഗിരി പ്രോജക്റ്റിന് നേരെ മുന്നിലാണ്, ഡാമിന് മുന്നിലാണ് നിൽക്കുന്നത്. നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് എന്താ പറയുന്നത്, നമ്മൾ ആരെങ്കിലും ഒരുക്കി എന്ന് പറയാൻ പറ്റില്ല, പ്രകൃതി ഒരുക്കിയ അത്ര സമ്പത്തോട് കൂടിയ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ചുറ്റും ഇങ്ങനെ മണ്ണും മരങ്ങളും പച്ചപ്പും അതിന് ഇടയിലുള്ള നദികൾ തൊട്ട് പുറകെ നോക്കാൻ കാണാം. ഇങ്ങനെ മഞ്ഞ് ഉരുകി വീഴുന്ന സ്ഥലം. ഇവിടുത്തെ ഏറ്റവും വലിയ ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് ഉരുകി വീഴുന്ന ജലമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ജലസ്രോതസ്സെല്ലാം ഭൂഗർഭ ജലങ്ങളല്ല, കൂടുതലും മഞ്ഞുരുകി വീഴുന്ന ജലപ്രവാഹങ്ങളാണ് നമുക്ക് അനുഗ്രഹമായി ഒഴുകുന്ന ഈ നദിയെല്ലാം.
കാഴ്ചകൾ ആനത്തോട് ഡാമിൽ നിന്നാണെങ്കിൽ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി ദൂരം എത്തി. പക്ഷെ അപ്പോഴേക്ക് സമയം വളരെ വൈകിയിരുന്നു. ഞങ്ങൾ ഒരു സ്ഥലത്ത് KSBയിലെ ഒട്ടേറെ സുഹൃത്തുക്കൾ നമ്മളെ സഹായിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സുഗമമായിട്ട് ഈ യാത്ര പൂർണ്ണമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങളെത്തി ഈ കൊച്ചു മുംബൈയിലേക്കുള്ള വഴിക്കിടയിൽ, കൊച്ചു മുംബൈ ഡാമിന് തൊട്ട് മുമ്പിലായിട്ട് ഉണ്ടാകുന്ന ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ചായക്കട. ആ ചായക്കടയിൽ നിന്ന് കിട്ടിയ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോംലി ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ കറികളൊന്നുമില്ല. ചോറും അല്പം ചൂര മീൻ കറി വെച്ചതും നാരങ്ങാക്കറി എല്ലാം കൂടെ ചേർത്ത് നല്ല ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ നമ്മളെ എല്ലാവരും തന്നെ വളരെ എന്ന് വെച്ചാൽ 4 മണി വരെ ഭക്ഷണം കഴിക്കാതെ, കാരണം കാട്ടുകാഴ്ചയുടെ മനോഹാരിതകൾ കൊണ്ടാണെന്ന് തോന്നുന്നു ആർക്കും ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തയില്ലായിരുന്നു. പക്ഷെ ഭക്ഷണം കണ്ടപ്പോൾ ആർക്കും തികയാത്ത രീതിയിലായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി കണ്ടത്. അപ്പം ഏതായാലും നല്ല ഗംഭീരമായ KSBയുടെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വളരെ തിരിച്ചറിയാവുന്നൊരു കാര്യം വെച്ചാൽ കരിങ്കൽ കൊണ്ടാണ് എല്ലാ കെട്ടിടങ്ങളും കെട്ടിയിരിക്കുന്നത്. എല്ലാ കെട്ടിടത്തിനും ഈ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എല്ലാ കെട്ടിടങ്ങളും ഈ കരിങ്കൽ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം. നമ്മുടെ മനോഹരമായിട്ട് അല്ലെങ്കിൽ മനസ്സിലെല്ലാവരുടെയും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഗവി എന്താണെന്നുള്ളതാണ്. ഗവി നിങ്ങൾ കണ്ട ഗവി എന്ന് പറഞ്ഞാൽ ഓർഡിനറി സിനിമയിൽ നമ്മുടെ ആസിഫ് അലി നേരെ ഒരു വെള്ളത്തിലേക്ക് ചാടിപ്പോകുന്ന ഒരു സീനുണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷെ അതിൻ്റെ മനോഹാരിത എത്ര ഭംഗിയാണ് കേട്ടോ. നല്ല നല്ല രസമുണ്ട്. നല്ല രസമായ കാടിന് നടുക്ക് ചുറ്റും ഇങ്ങനെ നിറഞ്ഞ കാട്, പക്ഷികൾ ചേക്കേറുന്ന സമയം. ആ സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. തൊട്ടടുത്ത് തന്നെ ഈ ഗവിയിൽ സഞ്ചാരികൾക്കായിട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കായിട്ട് ബോട്ടുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഡാമുകൾ ചേർന്നതാണ് ഗവി എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഗവി ഡാമിൻ്റെ അല്ല ഗവിയുടെ നേരെ മുകളിലുള്ള ഡാമിൻ്റെ മുകളിലാണ് ഞാനിരിക്കുന്നത്. ഈ കാഴ്ച ഒന്ന് കണ്ടുനോക്കൂ. ഈ കാഴ്ചകളുടെ മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പരക്കം പായുന്നു അല്ലേ, ലോകമെങ്ങും പരക്കം പായുന്നു. പക്ഷെ നമുക്കറിയാലോ, ഈ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത്ര ഇത്രയധികം പ്രകൃതി ഭംഗി, ഇത്ര രമണീയമായ പ്രകൃതി വേറൊരു സ്ഥലത്ത് തന്നെ ലഭ്യമല്ല. അത്ര മനോഹരമാണ്. കാരണം ഗവിയിലെ കാഴ്ചകൾ അത്രയധികം നമ്മളാരും
നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ വെറുതെ മറ്റ് കാഴ്ചകൾക്ക് വേണ്ടി തിരയുമ്പോൾ നമ്മളൊന്ന് കാണാം, കേരളത്തിൽ നമുക്ക് വിളമ്പി വെച്ചിരിക്കുന്ന ഒട്ടേറെ വൈവിധ്യങ്ങളായ പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലങ്ങളുണ്ട്, വനവിഭവങ്ങളുണ്ട്, വനവൈവിധ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗവി. അതിൽ ഏറെ മനോഹരമാണ് ഗവി. ഗവിയുടെ ഒരു വല്ലാത്ത പ്രത്യേകത പറഞ്ഞാൽ ഒരു അല്പം പോലും പ്ലാന്റ് അല്ല, നാച്ചുറൽ ഫോറസ്റ്റ് നിറയുന്ന ഒരു സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത്. അങ്ങനെ പ്രകൃതി വൈവിധ്യങ്ങളാൽ നിറഞ്ഞു തുളുമ്പുന്ന ഗവിയുടെ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു ദൃശ്യത്തോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നല്ല നാടിൻ്റെ ഈ മനോഹര എപ്പിസോഡ്. നന്ദി, നമസ്കാരം.